ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അയോധ്യയിലേത് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മിണ്ടാട്ടമില്ലെന്നും KC വേണുഗോപാൽ. വിനോദസഞ്ചാരികളെ വിരുന്നൂട്ടാൻ വികസന വഴിയിൽ പൂമല. സ്റ്റീൽ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഡാം കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. മാടക്കിത്തറയിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് റെയ്ഡ്. 1.5 ലിറ്റർ വാറ്റ് ചാരായവുമായി യുവാവ് പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 9 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് സ്വദേശിനി ആതിരയാണ് മരിച്ചത്. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതിനു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള കേവലം മോഷണമല്ലെന്നും വിശ്വാസികൾക്കു നേരെയുള്ള കടന്നാക്രമണമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കൊള്ള നടന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ട്രസ്റ്റ് ഭാരവാഹികളെ നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും വിഷയത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൗനം പാലിക്കുകയാണ്. പുതിയ ട്രസ്റ്റ് നിലവിൽ വന്നതിനു ശേഷം കഴിഞ്ഞ 5 വർഷമായി ഒരു ഓഡിറ്റ് പോലും നടന്നിട്ടില്ല. ഇത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നിലവിലെ അന്വേഷണം കുറ്റവാളികളെ സംരക്ഷിക്കാനാണ്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയെ നിയമിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായ വിഷയമാണ് രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി നേരിട്ട് വിശ്വഹിന്ദു പരിഷത്തും RSSും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തി മറ്റെല്ലാ ഭക്തജനങ്ങളും വിശ്വാസം അർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കയിലിട്ടിരിക്കുന്ന സംഭാവനകളാണ് ഇപ്പം കൊള്ളയടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ, നമ്മുടെ കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായി അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഇതാരാ ചെയ്തത്? കഴിഞ്ഞ 4-5 മാസക്കാലത്തെ അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോട് കൂടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. CCTV ഫുട്ടേജ് അത് നീക്കം ചെയ്യപ്പെട്ടു. അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം തലവന് മുന്നറിയിപ്പ് നൽകി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ വിരുന്നൂട്ടാൻ വികസന വഴിയിലാണ് പൂമല. സ്റ്റീൽ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഡാം കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊട്ടവഞ്ചി, പെഡൽ ബോട്ട്, കയാക്കിംഗ്, കുതിരസവാരി, ഇങ്ങനെ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പൂമലയിൽ. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടും നടത്തിയിട്ടുമുണ്ട് പൂമല ഡാം കേന്ദ്രീകരിച്ച്. ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ പൂമല കേന്ദ്രീകരിച്ച് നടപ്പിലാകാനുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മണ്ഡലം MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ 3 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
3,55,00,000 രൂപയുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഏകദേശം 50% പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർക്ക് നവീകരണം, DTPCയുടെ ഹാള് പുതുതായി പണിതു. ഇപ്പോൾ ബോട്ട് ജെട്ടി പുതുതായി പണിയാൻ വേണ്ടി പോവുകയാണ്. ഈ ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്നതിന് കഴിയത്തക്ക രീതിയിൽ ഒരു 5-5.5 കിലോമീറ്റർ ദൂരം ഒരു പാത്വേ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം തുറന്നു വിട്ടെടുത്തു നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ഉൾപ്പെടെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ടൂറിസം വികസിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കുടിവെള്ളം, അതുപോലെ തന്നെ കൃഷിക്കാവശ്യമായ വെള്ളത്തിൻ്റെ സാധ്യതകൾ ഒരു അക്ഷയ പാത്രം എന്ന രീതിയിൽ തന്നെ നമുക്ക് പൂമല ഡാമിനെ സംരക്ഷിക്കാൻ കഴിയണം. വികസനങ്ങൾ യാഥാർത്ഥ്യമായാൽ വരും കാലങ്ങളിൽ പൂമലയെ തേടി കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയും DTPC അടക്കമുള്ളവർക്ക് ഉണ്ട്. അതിൻ്റെ ചിറകിലേറി പൂമല വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഓരോ സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കുമുള്ളത്. പൂമലയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മാടക്കത്തറയിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ റെയ്ഡിൽ 1.5 ലിറ്റർ വാറ്റുചാരായവുമായി യുവാവ് പിടിയിൽ. ആലപ്പാട്ട് വീട്ടിൽ ജെയ്സ്മിനാണ് പിടിയിലായത്. ചാരായം വാറ്റുന്നതിനുപയോഗിച്ച വാറ്റുപകരണങ്ങളും പ്ലാസ്റ്റിക് ഡ്രമ്മും കണ്ടെടുത്തു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർമാരായ AB സുനിൽ, TR രഞ്ജിത്ത്, ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിജോ, ജെറിൻ, നിവേദ്യ എന്നിവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 9 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് അഫിനുൾ ഇസ്ലാമാണ് പിടിയിലായത്. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 13 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കുന്നംകുളം പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് സ്വദേശിനി തലപ്പിള്ളിപ്പറമ്പിൽ വീട്ടിൽ രാജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആതിര ജോലി കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ പെരുമ്പിലാവ് പൂയം കുളത്തിന് സമീപം ആതിരയുടെ സ്കൂട്ടറും മൊബൈൽ ഫോണും കണ്ടെത്തി. ഇതിനെ തുടർന്ന് കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതൊരു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞിരിക്കുകയാണ്. കുളം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള ഒരു വശം മാത്രം പൊളിച്ചു കെട്ടിയത് 2022-ലാണ്. നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. കുളത്തിന്റെ സംഭരണശേഷി കുറച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് കുളത്തിന്റെ വിസ്തൃതി കുറച്ചതെന്നാണ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞത്. കുളം നികത്തിയ ഭാഗത്ത് ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടവും ഒരുക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം കാടുകയറി ഉപയോഗശൂന്യമായി. കുളം ചെറുതാക്കി സംഭരണശേഷി കുറയ്ക്കുന്നതിൽ നാട്ടുകാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഈ കുളത്തിലെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന്റെ ലഭ്യത. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളം ജലസേചന പദ്ധതിയിൽ നിന്ന് കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. പൂപ്പത്തി മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ജലസേചനത്തിനുമായി കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാജൻ കൊടിയനാണ് ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജലസേചന വകുപ്പും പൊയ്യ പഞ്ചായത്തും ശ്രമിച്ചില്ലെന്നാണ് ആക്ഷേപം. TCV മാള. പുത്തൂർ കൈനൂർ ചിറ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് കെ രാജൻ MLA അറിയിച്ചു. മണലിപ്പുഴയുടെ കൈനൂർ മേഖലയിൽ കഴിഞ്ഞ സർക്കാർ അനുവദിച്ച 10 കോടി രൂപ ചിലവഴിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA വിലയിരുത്തി. ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന 10 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുള്ള 4 ഷട്ടറുകളോട് കൂടിയുള്ള ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പൂർത്തീകരിച്ചു വരുന്നത്. റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ മഴക്കാലത്തും ഡൈവേർഷൻ കനാലിലൂടെയുള്ള ജലവിതരണ സമയത്തും വളരെ വേഗത്തിൽ ജലക്രമീകരണം സാധ്യമാകും. കൈനൂർ പ്രദേശത്തെ പ്രളയ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. ഒക്ടോബർ മാസത്തോടെ പൂർണ്ണമായും പ്രവർത്തനം പൂർത്തീകരിച്ച് ചിറ നാടിന് സമർപ്പിക്കും. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹാദരം കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് NS സജീവൻ അധ്യക്ഷത വഹിച്ചു. ACP M ശശിധരൻ, DYSP SP സുധീരൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KC ബൈജു, ഡെപ്യൂട്ടി കമാൻഡന്റ് MC ചന്ദ്രശേഖരൻ, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി PR കമൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ നിലനിൽക്കുന്ന ഈ വേദി തന്നെയാണ്. ഞങ്ങളുടെ ആ കാലഘട്ടം നമ്മൾ ആദ്യം പറഞ്ഞത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്, എംഎൽഎമാരായ രാജൻ പല്ലൻ, സനീഷ് കുമാർ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN കുഞ്ഞുമൊയ്തീൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി BC ജോൺസൺ, അസോസിയേഷൻ ജില്ലാ ട്രഷറർ K ഗിരീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MV പ്രശാന്ത്, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിധവാ സംഘം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സാംസ്കാരിക സമ്മേളനം MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. വിധവാ സംഘം സംസ്ഥാന ചെയർമാൻ TN രാജൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ജോയ് ബാസ്റ്റ്യൻ ചാക്കോള, ചലച്ചിത്ര നടി സോണിയ മൽഹാർ, റംല വടകര, ഇന്ദു വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രതികൂല കാലാവസ്ഥ 4:30 മണി വരെ പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പഴയന്നൂർ പെട്രോൾ പമ്പിന് സമീപം മുതൽ പുത്തരിത്തറ വരെ വെള്ളക്കെട്ടാണ്. പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ദുരിതത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. പഴയന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബ്ലാച്ചിറ പാലത്തോട് ചേർന്ന് റോഡരികിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവുള്ളതിനാൽ റോഡിൽ നിന്ന് തോട്ടിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പ്രദേശത്തുള്ളവർക്ക് കൊടകരയിൽ എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമാണ് ബ്ലാച്ചിറ പാലം. മുൻകാലത്തെ അപേക്ഷിച്ച് ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലയൂർ തർപ്പണ തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന തർപ്പണ തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരം ചാവക്കാട് തഹസിൽദാർ KT ബാബു സ്വിച്ച് ഓൺ ചെയ്തു. ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം നടന്നു. മോൺസിഞ്ഞോർ ജോർജ് മനാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത മുഖ്യ കാർമ്മികനാകും. ഉച്ചകഴിഞ്ഞ് 2-ന് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ നടക്കും. മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സാധനയിൽ കണ്ടെത്തിയ ദൈവത്തെ സേവനത്തിലൂടെ സമൂഹവുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സായി സുദർശന പദ്ധതിയുടെ 20ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനവും സാധനയും പരസ്പരം പൂരകങ്ങളാണെന്നും ദൈവത്തെ അനുഭവിക്കുന്നത് സാധനയാണെങ്കിൽ ആ അനുഭവത്തെ ജീവിതമാക്കുന്നതാണ് സേവനമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സംസ്ഥാന മുന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, വാർഡ് കൌൺസിലർ ബിന്ദു നാരായണൻ, ഡോക്ടർ നിതിൻ ജോർജ് കോശി, K മണികണ്ഠൻ, സബിത രഞ്ജിത്ത്, അരുൺ C നമ്പ്യാർ, സായി ശ്രീ മേനോൻ എന്നിവർ സംസാരിച്ചു. 20 വർഷത്തിനിടയിൽ 7400-ലധികം പേർക്ക് ശസ്ത്രക്രിയ വഴി കാഴ്ച തിരികെ നൽകാൻ കഴിഞ്ഞ സായി സുദർശന പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാരെ ആദരിച്ചു. തുടർന്ന് നേത്രപരിശോധനയും ചികിത്സാ ക്യാമ്പും ഉണ്ടായിരുന്നു. 120 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇടവേള.
French Dairy Pistachio Kunafa Bar. കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിൻ സെമി ഫൈനലിൽ പ്രവേശിച്ചു. സെമിയിൽ ഫ്രാൻസാണ് സ്പെയിനിന്റെ എതിരാളികൾ. പെദ്രോ പോറോ പെനാൽറ്റി ബോക്സിലേക്ക് ക്രോസ് നൽകി. ഡാനി ഓൾമോയുടെ ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടോ തട്ടിയകറ്റിയെങ്കിലും റീബൗണ്ടിൽ ലഭിച്ച പന്ത് ഫാബിയൻ റൂയിസ് മനോഹരമായ വലയിലെത്തിച്ചു. എന്നാൽ സ്പെയിന്റെ സന്തോഷത്തിന് 10 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 41-ാം മിനിറ്റിൽ തിമോത്തി കസ്റ്റാന നൽകിയ ക്രോസിൽ തലവച്ച ചാൾസ് ഡി കെറ്റ്ലയർ ബെൽജിയത്തിനായി സമനില ഗോൾ നേടി. ഇതോടെ ആദ്യ പകുതി 1-1 എന്ന നിലയിൽ അവസാനിച്ചു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുമെന്ന് കരുതിയ അവസാന നിമിഷങ്ങളിൽ സ്പെയിൻ ഉണർന്നു കളിച്ചു. 86-ാം മിനിറ്റിൽ ഡാനി ഓൾമോയ്ക്ക് പകരം മിക്കേൽ മെറീനോ കളത്തിലിറങ്ങി. പിന്നാലെ സ്പെയിന്റെ വിജയ ഗോളുമെത്തി. പാവു കുബാർസിയുടെ ഷോട്ട് കോർട്ടോയ്ക്ക് പകരം വന്ന ബെൽജിയം ഗോളി സെന്നെ ലാമൻസിന് കൈപ്പിടിയിലാക്കാനായില്ല. ഈ പിഴവ് മുതലെടുത്ത് മെറീനോ പന്ത് വലയിലെത്തിച്ചു. അങ്ങനെ പോർച്ചുഗലിനെതിരായ പ്രീ ക്വാർട്ടറിന് പിന്നാലെ ക്വാർട്ടറിലും മെറീനോ സ്പാനിഷ് സംഘത്തിന്റെ വിജയശില്പിയായി. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾ തുടരുന്നു. ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന് കീഴടക്കിയാണ് നോർവേ ക്വാർട്ടറിലെത്തിയത്. എർലിംഗ് ഹാലണ്ട് എന്ന സൂപ്പർ സ്ട്രൈക്കറുടെ ചിറകിൽ കിടക്കുന്ന നോർവേ ടീമിന് ആരാധകർ ഏറി വരികയാണ്. നായകൻ ഹാരി കെയ്ൻ തന്നെ ഗോളടിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് നിര പ്രതിരോധവും ആക്രമണവും മുനകൂർപ്പിച്ചു കഴിഞ്ഞു. ആകെയാണ് സ്വിറ്റ്സർലൻഡ് മറികടന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 4-1, 3-2 ശൈലിയിലാകും ക്വാർട്ടർ പോരാട്ടത്തിൽ കളത്തിലിറങ്ങുക. ഈ ലോകകപ്പിൽ ഇതുവരെ കളിച്ച എല്ലാത്തതും പ്രതിരോധത്തിലെ പിഴവുകളും അർജന്റീനയ്ക്ക് വെല്ലുവിളിയാകും. കണ്ടശാം കടവ് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധ സംഗമം നടത്തി. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും അമല ജൂബിലി ആശുപത്രികളെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുപ്പാല, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ബിജോയ് പെരുമാട്ടിൽ, ഷെൽജി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. അകാരണമായി തന്നെ അടിച്ചവരോട് ക്ഷമിക്കാൻ ഈശോ പഠിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ധാന്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ, വടക്കുമുറി വില്ലേജ് ഓഫീസ് എന്നിവ യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ട് സമർപ്പിക്കുന്ന ഭീമഹർജിയിലേക്ക് ഒപ്പുശേഖരണവും വിശദീകരണ യോഗവും നടത്തി. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്കാണ് ഹർജി സമർപ്പിക്കുന്നത്. പെരിങ്ങോട്ടുകര 3 കോടിയ സെന്ററിൽ നടന്ന യോഗം KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, നേതാക്കളായ BK സുശീലൻ, VK പ്രദീപ്, MK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ ഡിസംബർ അവസാന വാരം നടത്തുവാൻ തീരുമാനം. PC ജയപാലൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അനിൽ പുളിക്കൽ, വാർഡ് മെമ്പർ സനി രാജീവ്, ബാബു പനയ്ക്കൽ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. മലേഷ്യമംഗലം HLP സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഓട്ടൻ തുള്ളലിന്റെ സോദാഹരണ ക്ലാസ് നടന്നു. കിള്ളിക്കുറിശി മംഗലം പ്രദീപ് തുള്ളൽ അവതരണം നടത്തി. പിന്നണി ശിവദാസൻ, മൃദംഗം സുരേഷ് നിർവഹിച്ചു. കിരാതം കഥയാണ് ഓട്ടൻതുള്ളൽ രൂപത്തിൽ അവതരിപ്പിച്ചത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന അമ്മന്നൂർ മാധവ ചാക്യാർ ഗുരുസ്മൃതിയോടനുബന്ധിച്ച് സ്തുതിപൂജ നടന്നു. അമ്മന്നൂർ ചാച്ചു ചാക്യാർ ഗുരുകുലത്തിൽ നടന്ന ചടങ്ങ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. അമ്മന്നൂർ കുട്ടൻ ചാക്യാർ അധ്യക്ഷനായിരുന്നു. കൂടിയാട്ട കലാകാരൻ G വേണു, മാർഗി മധു തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷന്റെ തൃശൂർ, പാലക്കാട് ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സോണൽ മത്സരങ്ങളിൽ അമല നഴ്സിംഗ് കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. ആരോഗ്യ സർവകലാശാല നഴ്സിംഗ് ഡീൻ പ്രൊഫസർ ഡോക്ടർ രാജി രഘുനാഥ് സമ്മാനദാനം നിർവഹിച്ചു.
CITU നേതൃത്വത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാതല പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ AKG സദനത്തിൽ നടന്ന പഠന ക്ലാസ് CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം OV മിനി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പുള്ളി, സതീഷ് വിമലൻ, TV ചാർലി, സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 100% വിജയം കൈവരിച്ച 42 സ്കൂളുകളെയും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 825 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർച്ചയായ 5ാം തവണയാണ് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി മെറിറ്റ് ഡേ സംഘടിപ്പിക്കുന്നത്. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒളിവിലായിരുന്ന ഒരു പ്രതിയെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പീച്ചി മയിലാടുംപാറ സ്വദേശി കോലയിൽ വീട്ടിൽ അലൻ K ജയനാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജൂൺ 19 രാത്രിയാണ് കവർച്ച നടന്നത്. ഇരിങ്ങാലക്കുട DYSP P സന്തോഷ് കുമാർ, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM ഖേസൻ, SIമാരായ M അഫ്സൽ, P ജയകൃഷ്ണൻ, GASI PV രാജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ജൂബിലി ആശുപത്രിയിലെ നഴ്സ് സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപതയ്ക്കെതിരെ തുടരുന്ന അവഹേളനങ്ങൾക്കെതിരെ നാളെ പ്രതിരോധ സംഗമം സംഘടിപ്പിക്കും. ടൗൺഹാളിൽ നടക്കുന്ന പ്രതിരോധ സംഗമം കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അധ്യക്ഷൻ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആദരം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളുമാണ് ആദരിച്ചത്. നഗരസഭാ ടൗൺഹാളിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രതി ജനാർദ്ദനൻ, V അനൂപ്, ഷാനി രജി, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഭിനവ് KV വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ KNM ചന്ദ്രാപ്പിനി യൂണിറ്റ് അനുമോദിച്ചു. ലേൺ ദി ഖുറാൻ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഖയൂം ബുസ്താനി ഉദ്ഘാടനം ചെയ്തു. KNM യൂണിറ്റ് പ്രസിഡന്റ് PK അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, KNM മണ്ഡലം സെക്രട്ടറി KA ബഷീർ, എടത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ VV സുവീഷ്, KI നബീൽ തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് നൽകുന്നത് മുഹമ്മദ് സാഹിബ് ബഷീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി സാലിഹ്. കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷനിത ലെനിൻ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കില്ലത്ത്, KB അജയഘോഷ്, CDS ചെയർപേഴ്സൺ സുബൈദ അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. രാജ്യത്തെ പ്രമുഖ ബാഗേജ് ബ്രാൻഡായ സഫാരിയുടെ പുതിയ ഷോറൂം തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സഫാരിയുടെ കേരളത്തിലെ 13ാമത്തെ ഷോറൂമാണിത്. ഇക്കണ്ടവാര്യർ റോഡിൽ തോംസൺ കാസ റെസ്റ്റോറന്റിന് എതിർവശത്തായാണ് വിപുലമായ ഷോറൂം പ്രവർത്തിക്കുന്നത്. ഫ്രാഞ്ചൈസി ഉടമസ്ഥരായ ബ്രാൻഡ് ട്രേഡ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് പാർട്ണർ അനീഷ്, ഷാഹിൻ എന്നിവരുടെ മാതാപിതാക്കൾ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഫാരിയുടെ കേരള ബ്രാഞ്ച് മാനേജർ ദിവിൻ ഭവദാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രവാസിയായ രഹന സുൽത്താന ഏറ്റുവാങ്ങി. സഫാരി സെലക്ട്, അർബൻ ജംഗിൾ, ജീനി എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ട്രോളി ബാഗുകൾ, സ്കൂൾ ബാക്ക് പാക്കുകൾ, ഓഫീസ് ബാഗുകൾ, ഡഫിൾ ബാഗുകൾ എന്നിവയ്ക്ക് 70% വരെ വിലക്കിഴിവിൽ പ്രത്യേക ഓഫർ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9645108398. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ. പവന് 1,50,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അയോധ്യയിൽ ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മിണ്ടാട്ടമില്ലെന്നും KC വേണുഗോപാൽ. വിനോദസഞ്ചാരികളെ വിരുന്നൂട്ടാൻ വികസന വഴിയിൽ പൂമല. സ്റ്റീൽ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഡാം കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. മാടക്കത്തറയിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് റെയ്ഡ്. 1.5 ലിറ്റർ വാറ്റുചാരായവുമായി യുവാവ് പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 9 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് സ്വദേശിനി ആതിരയാണ് മരിച്ചത്. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതിനു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.